ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നൊരു വീക്കെൻഡ് മോർണിംഗ് ആണ്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ എണ്ണീറ്റാൽ ആദ്യത്തെ പണി ബെഡ്ഷീറ്റ് മാറ്റി അലക്കാനിട്ടിട്ട് വേറൊരെണ്ണം വിരിച്ചിടുക എന്നതാണ്. ഇവിടെ കുഞ്ഞുകുട്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് വീക്കെൻഡിൽ മാത്രമേ ഉള്ളൂ ഈ പരിപാടി. എല്ലാവരും ഒക്കെ എങ്ങനെയാണാവോ? അതോ 2-3 ദിവസം കൂടുമ്പോൾ ചേഞ്ച് ചെയ്യുമോ? പിന്നെ പ്രെയർ കഴിഞ്ഞിട്ട് ചെറിയൊരു നടത്തമുണ്ട്. എന്നും ഇങ്ങനെ ആകണമെന്നൊന്നുമില്ല. ചിലപ്പോൾ ഇങ്ങനെ, അല്ലെങ്കിൽ വൈകിട്ട് ടെറസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സമയം നടക്കും. ചിലപ്പോൾ ഇത് രണ്ടും കാണില്ല. അതിനൊക്കെ എനിക്ക് എൻ്റേതായ റീസൺസ് ഉണ്ട് കേട്ടോ, അത് പിന്നെ പറയാം. പിന്നെ കുറച്ച് ഇളം ചൂടുവെള്ളം കുടിക്കും. അത് എന്നും അങ്ങനെ തന്നെയാണ്. നല്ല ചൂടുവെള്ളം ആയതുകൊണ്ട് മിക്സ് ചെയ്താണ് കുടിക്കുന്നത്. അതിനുശേഷമേ ചായ വെക്കാറുള്ളൂ. പിന്നെ എൻ്റെ ഈ കിച്ചണില്ലേ, മോഡേൺ ഒന്നുമല്ല, എന്നാലും ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ചൊന്ന് മൂടി പിടിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. എപ്പോഴും ഭംഗിയായും ക്ലീനാക്കി ഇടാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഇവിടെ വെച്ചിരിക്കുന്നത് കുറച്ച് നട്ട്സും കാര്യങ്ങളുമൊക്കെയാണ്. ആ ഗ്ലാസ് ജാർസ് നല്ല എയർ ടൈറ്റ് ആണ്. ആ ബാക്കിലിരിക്കുന്ന സെറാമിക്സിൻ്റെ ലിഡ് അത്ര എയർ ടൈറ്റ് അല്ല. അങ്ങനെയാണ് അവർ അവകാശപ്പെടുന്നതെങ്കിലും. ഈ ഒരു കൗണ്ടർ ടോപ്പ് കോർണർ ഞാൻ ഇങ്ങനെ തന്നെയാണ് എപ്പോഴും സൂക്ഷിക്കാറുള്ളത്. ഇവിടെ മുകളിൽ ഒരു സ്ട്രിപ്പ് ലൈറ്റ് ഒട്ടിച്ചിട്ടുണ്ട്. അത് ഓൺ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് ഈ കോർണർ സ്പേസ് കാണാൻ. ഈ വൈറ്റ് ട്രേയും അതിനുള്ളിലേതുമില്ലേ, ദുബായി പോയപ്പോൾ അവിടുത്തെ ഐക്കയിൽ നിന്ന് വാങ്ങിയതാണ്. ഞാൻ സ്റ്റൗവേ വെച്ചിരുന്നത് തിളച്ചിട്ടുണ്ട് കേട്ടോ. എന്നും ചായയാണ് ഇടാറുള്ളത്. പിന്നെ ചിലപ്പോൾ കോഫി കുടിക്കാൻ തോന്നുകയാണെങ്കിൽ അതുണ്ടാക്കും. ഇനി കോഫി പൗഡർ ഇട്ട് കൊടുക്കട്ടെ. കോഫി കുടിച്ചിട്ടാകാം ബാക്കി കാര്യങ്ങൾ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പവും മുട്ടക്കറിയുമാണ്. ഇവിടെ ഇടിയപ്പപ്പൊടിയൊന്നും വാങ്ങാറില്ല. അങ്ങനെയുള്ള പൊടികളൊന്നുമേ വാങ്ങാറില്ല. അരി പൊടിപ്പിച്ചുകൊണ്ട് വരുന്നതാണ്. അതുകൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കാറുള്ളത്. ചിലർ സ്റ്റൗവിൽ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് പൊടിയിട്ട് മാവ് കുഴയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കത് പറ്റില്ല. ഞാനിങ്ങനെ തിളച്ച വെള്ളം ഒഴിച്ച് ഒരു സ്പൂൺ കൊണ്ട് ഇളക്കി വെച്ചിട്ട് ആ വലിയ ചൂട് മാറുമ്പോൾ കുഴച്ചെടുക്കാറാണുള്ളത്. മുട്ടക്കറിക്കുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പാനും ചൂടായി വന്നിട്ടുണ്ട്. ഈ ഓയിൽ ബോട്ടിലില്ലേ, വളരെ നല്ലതാണ്. എണ്ണ ഒഴിക്കാനും പറ്റും, അതുപോലെ തന്നെ സ്പ്രേ ചെയ്യാനും പറ്റും. എയർ ഫ്രയറിൽ കുക്ക് ചെയ്യുമ്പോൾ വളരെ ഹെൽപ്ഫുള്ളാണ്. മുട്ടക്കറി നമ്മൾ പലതരത്തിൽ ചെയ്യാറുണ്ടല്ലോ. ഞാൻ ഇന്ന് ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത്. ഉപ്പിട്ടിളക്കി അടച്ചു വെച്ച് അത് വഴന്നതിന് ശേഷം പൊടികളൊക്കെ ചേർത്ത് ഇളക്കി അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കുകയാണ്. വെന്ത് വറ്റി വരുമ്പോൾ കട്ടിപ്പാലൊഴിച്ച് മുട്ടയും ചേർത്ത് നന്നായി ചൂടാവുമ്പോൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇടിയപ്പത്തിനായതുകൊണ്ട് അല്പം ലൂസാക്കിയാണ് എടുക്കുന്നത്. പിന്നെ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അങ്ങനെ കറിയുടെ കാര്യം ഓക്കെയായി. ഇനിയിപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാം. രണ്ട് തട്ടിലും എണ്ണയൊക്കെ തേച്ച് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഈ പഴയ മോഡൽ ഇടിയപ്പം പ്രസ് തന്നെയാണുള്ളത്. ഇത് പ്രസ് ചെയ്തെടുക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ ഇടിയപ്പം വേഗം സ്റ്റൗവിൽ വെച്ചതിന് ശേഷം വേറൊരു പണിയുണ്ടായിരുന്നു. കപ്പ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് വൃത്തിയാക്കി എടുത്ത് പീസസ് ആക്കി ഒരു സിപ്ലോ കവറിലാക്കി ഫ്രീസറിൽ വെക്കുകയാണ്. ഇത് നാളത്തേക്കുള്ളതാണ്. അങ്ങനെ ഇടിയപ്പവും റെഡി ആയിട്ടുണ്ട്. ഇനിയും കഴിക്കുന്ന ജോലിയാണ്. ചൂടോടുകൂടി തന്നെ കഴിക്കാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. പാത്രങ്ങളും കഴുകി വെച്ചു. പിന്നെ വേറെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം മുറ്റത്തേക്കൊന്നിറങ്ങിയതാണ്. ചെടികളെയൊക്കെ കണ്ടും തലോടിയും പിന്നെ അത്യാവശ്യം രാവിലെയും വെള്ളം വേണ്ട ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഞാൻ സാധാരണയായി വൈകിട്ടാണ് വെള്ളം ഒഴിക്കാറുള്ളത്. പിന്നെ കുറച്ച് മൾബറിക്കായകളും പറിച്ചെടുത്ത് കഴിച്ചു. അതിനപ്പുറത്ത് നിൽക്കുന്നത് ഞങ്ങളുടെ കറിവേപ്പിൻ തോട്ടമാണ്. പ്രൂണിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കീർത്ത് വരുന്നതാണ്. ഇനി വീണ്ടും കിച്ചണിലേക്ക്.